ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓണമൊക്കെ എടുത്തൂലേ? എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ എടുത്തോ? എൻ്റെ കയ്യിൽ ഇതുപോലുള്ളൊരു പ്ലെയിൻ ഡ്രസ്സ് ഉണ്ടായിരുന്നേ. ഡ്രസ്സിൻ്റെ കളറും പ്ലെയിൻ ആയതുകൊണ്ടും ഞാനിത് അധികമൊന്നും യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നി ഈ ഡ്രസ്സൊന്ന് ഡിസൈൻ ചെയ്തെടുത്ത് ഈ ഓണത്തിനിട്ടാലോ എന്ന്. ഞാൻ അമ്മയുടെ ടേപ്പൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അളവെല്ലാം മാർക്ക് ചെയ്തെടുക്കുന്നുണ്ടേ. കഴുത്തിലും ഇടുപ്പിലും ടോപ്പിൻ്റെ താഴെ ഫുള്ളായും ഡിസൈൻ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴുത്തിന് ചുറ്റും 3 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ കിട്ടാനായി താഴെയും മേലെയും അളവ് നോക്കി സെൻറ്റർ മാർക്ക് ചെയ്ത് അതിലൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇടുപ്പിൻ്റെ ഭാഗത്ത് 2.5 ഇഞ്ച് ഗ്യാപ്പിൽ അളവെടുത്താണ് വരയ്ക്കുന്നത്. ഇനി കഴുത്തിൻ്റെ അവിടെ വി പോലെ താഴേക്ക് ഡിസൈൻ ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. അതിനായി നേരത്തെ സെൻറ്റർ മാർക്ക് ചെയ്ത് വരച്ച വരയുടെ 2 സൈഡിലേക്ക് സെയിം അളവെടുത്ത് താഴേക്ക് വരച്ച് വി പോലെ ആക്കുന്നുണ്ട്. ഇനി ടോപ്പിൻ്റെ താഴെ ഫുൾ റൗണ്ടായി 3 ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ട് പോർഷൻ മാത്രം ഡിസൈൻ ചെയ്താൽ മതിയെങ്കിൽ ഫ്രണ്ട് പോർഷൻ മാത്രം വരച്ചു കൊടുത്താൽ മതി. ഫുൾ റൗണ്ടായി ഡിസൈൻ വേണമെങ്കിൽ മാത്രം ഇതുപോലെ ഫുൾ വരച്ചു കൊടുത്താൽ മതി. ഫുൾ വരച്ചു കൊടുക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഭംഗി തോന്നിയത്. കുറച്ച് പണി കൂടുതലാണെങ്കിലും റിസൾട്ട് ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് ഞാൻ ഫുള്ളായി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത വരയുടെ ഉള്ളിലായി സിമ്പിളായി എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന പോലുള്ള കുറച്ചധികം ഫ്ലവേഴ്സാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. ചോക്ക് വെച്ച് വരച്ചെടുക്കുമ്പോൾ ഫ്ലവേഴ്സ് വലുതായി തോന്നുന്നത് കൊണ്ട് ഞാൻ വൈറ്റ് പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് പെൻസിൽ വെച്ച് മീഡിയം സൈസുള്ള, അതായത് നോക്കിയാൽ കാണാവുന്ന സൈസിലുള്ള കുറച്ചധികം ഫ്ലവേഴ്സ് വരച്ചെടുക്കുന്നുണ്ടേ. 2 ലൈനായാണ് ഞാൻ ഫ്ലവേഴ്സ് വരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ച് വരച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള കളേഴ്സ് എന്ന് പറയുമ്പോൾ ഡ്രസ്സിന് മാച്ചായത് കൂടിയാണോ എന്നുകൂടെ ശ്രദ്ധിക്കണേ. ഞാനിവിടെ വൈറ്റ് കളറാണ് എടുത്തത്. ആദ്യം ഒരു പോയിൻറ്റ് ബ്രഷ് വെച്ച് നമ്മൾ ആദ്യം വൈറ്റ് പെൻസിൽ വെച്ച് വരച്ചെടുത്ത ഫ്ലവേഴ്സിൻ്റെ മേലെ കൂടി ഒന്ന് ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് നമ്മൾ അതിനകത്തേക്ക് കളർ ചെയ്തെടുക്കുന്നത്. വൈറ്റ് പെൻസിൽ വെച്ച് വരച്ചെടുക്കുന്നത് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ്. പെയിൻറ്റ് വെച്ച് വരച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വേണ്ട ചേഞ്ചസ് വരുത്താൻ പറ്റും. എല്ലാ ഫ്ലവേഴ്സും ഒരേപോലെ സൈസാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മൾ കഴുത്ത് ഫുള്ളായി ബോർഡർ വരച്ചെടുക്കുന്നുണ്ട്. ബോർഡർ വരച്ചെടുത്തപ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നി. ഇനി നമ്മൾ ബോർഡർ വരച്ചെടുത്ത ഫ്ലവേഴ്സിൽ ഫുള്ളായി കളർ കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ കഴുത്ത് ഫുൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പെയിൻറ്റ് വെച്ച് വരച്ചെടുക്കുമ്പോൾ താഴെ കാർഡ്ബോർഡോ കട്ടിയുള്ള കടലാസോ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും വെച്ച് കൊടുത്ത ശേഷം മാത്രം പെയിൻറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ പെയിൻറ്റ് താഴേക്ക് ഇറങ്ങി ബാക്ക് സൈഡുള്ള ക്ലോത്തിലും നിലത്തുമെല്ലാം ആകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇടുപ്പിലും പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം വൈറ്റ് ബോർഡർ വരച്ചെടുത്ത ശേഷം അതിനകത്ത് കളർ ഫിൽ ചെയ്തെടുത്താൽ മതി. പിന്നെ കളർ ഫിൽ ചെയ്തെടുക്കുമ്പോൾ അത് ഡ്രസ്സിൽ വലിഞ്ഞു പോയി കളർ മങ്ങിയ പോലെ തോന്നിയാൽ ഒന്നുകൂടെ അതിൻ്റെ മുകളിലായി കളർ ഫിൽ ചെയ്തെടുത്താൽ മതി. ഓക്കെ ആയിക്കോളും. അങ്ങനെ ഫുൾ വൈറ്റ് വെച്ച് ഇടുപ്പിൽ ഫുൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക ഭംഗി തോന്നി. കുഞ്ഞു വാവകളുടെ ഡ്രസ്സൊക്കെ പോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇടുപ്പിൽ വരച്ചെടുത്ത ശേഷം നമ്മൾ ടോപ്പിൻ്റെ താഴെ ഫുള്ളാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. പെയിൻറ്റ് ചെയ്തെടുത്ത സ്ഥലങ്ങളിൽ കൈതട്ടി അത് ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഓരോ സ്ഥലവും ഉണങ്ങിയ ശേഷം മാത്രം ഡ്രസ്സ് മടക്കാൻ നോക്കണേ. താഴെ ഫ്രണ്ട് ഭാഗമാണ് ഞാൻ ആദ്യം പെയിൻറ്റ് ചെയ്ത് ഉണക്കിയെടുക്കുന്നത്. അതിനുശേഷമാണ് ബാക്ക് സൈഡ് ചെയ്തെടുക്കുന്നത്. ആദ്യം വൈറ്റ് പെയിൻറ്റ് വെച്ച് ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വൈറ്റ് യൂസ് ചെയ്ത് തന്നെ അതിനകത്തേക്ക് ഫിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ട് സൈഡ് ഉണങ്ങിയ ശേഷം മാത്രമാണ് ഞാൻ ബാക്ക് സൈഡ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. എല്ലാവർക്കും വരച്ചെടുക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ്. എല്ലാവരും ഒന്ന് ചെയ്തുകൂടെ നോക്കണേ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കില്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക് യു.